നമസ്കാരം. ഞാൻ വി ഉണ്ണിത്താൻ. രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തുവിജ്ഞാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ വാസ്തുവിജ്ഞാനത്തിൽ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോൾ തന്നെ ഇപ്പോഴും ആളുകളിലെ ഡൗട്ടുകൾ അല്ലെങ്കിൽ ആളുകൾ അവരോരോ ദിവസവും അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്ന് അവർക്ക് തന്നെ നിശ്ചയമില്ല. അവരാകെ കൺഫ്യൂസ്ഡാണ്. അഥവാ നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാകാത്ത രീതിയിലുള്ള ആളുകൾ തന്നെയുണ്ട്. ഇവിടെ നമുക്കറിയാം, നിങ്ങൾ പല വീടുകളും, നിങ്ങളുടെ വീടുകൾ, നിങ്ങളുടെ ബന്ധുക്കളുടെ വീടുകൾ, നിങ്ങളുടെ അയൽക്കാരുകൾ, നിങ്ങളുടെ നാട്ടുകാർ, അവരെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അവിടെ ചില വീടുകളിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ആ സ്ത്രീകളും പുരുഷന്മാരും കഴിയുന്നത്. എന്നാൽ ചില വീടുകളിൽ സ്ത്രീകൾക്ക് അങ്ങോട്ട് രക്ഷപ്പെടാൻ കഴിയത്തില്ല. അവർ വല്ലാത്ത വിഷമത്തിലും കണ്ണുനീരിലും അവരുടെ ദിവസങ്ങൾ തള്ളി നീങ്ങുന്ന അവസ്ഥയുണ്ടാകും. ചിലർക്ക് തിരിച്ചാണ്. ചിലർക്ക് സ്ത്രീകൾ ഉഷാറാണെങ്കിൽ പുരുഷന്മാർ ഉഷാറല്ല. നമുക്ക് നോക്കാം അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. നമുക്ക് എന്താണെന്ന് നോക്കാം. സ്ത്രീകളെന്ന് പറയുമ്പോൾ നമുക്കിന്ന് സ്ത്രീകളുടെ നോക്കാം, വരും ദിവസങ്ങളിൽ പുരുഷന്മാരുടെ നോക്കാം. എന്താ സ്ത്രീകൾ അശക്തരായി പോകുന്ന വീടുകളിൽ? അതെന്ത് കാരണം കൊണ്ടാണ് ആവാം? അതൊരു ഒരു ഒരു അത് വലിയൊരു ചോദ്യമാണ്. അത് കണ്ടെത്തേണ്ട ഉത്തരമാണ്. നമ്മളിങ്ങനെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് പറയും അത് ഇന്നത് കൊണ്ടാണ്, അങ്ങനെ കൊണ്ടല്ല എന്നൊക്കെ പറയും. നിങ്ങളൊന്നുമല്ല ഗൗനിക്കേണ്ടത്. ഞാൻ പറയുന്ന കാര്യങ്ങളെ നിങ്ങളൊക്കെ ഓരോ 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 സ്ഥലങ്ങളിൽ, ഓരോ ഇല്ലങ്ങളിൽ, ഓരോ വീടുകളിൽ, ഓരോ ഫ്ലാറ്റുകളിൽ ഒക്കെ ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിത അനുഭവം എടുത്ത് പരിശോധിച്ച് മാത്രമേ ഞാൻ പറയുന്ന കാര്യങ്ങളെ വിശ്വസിക്കാവൂ. സ്ത്രീകളുടെ അവസ്ഥാവിശേഷം ഒരു മോശമായാൽ ആ വീട് എങ്ങനെയാണ് ഒരു പൂർണ്ണ വീടെന്ന് പറയാൻ കഴിയുക? സ്ത്രീകളുടെ ജീവിതം വിഷമങ്ങളും ദുരിതഘട്ടങ്ങളുമാണെങ്കിൽ എങ്ങനെയാണ് അവിടെ സ്ത്രീകൾ രക്ഷപ്പെടാതിരിക്കുക? അത് പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം രണ്ട് പ്രധാന കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ്. സ്ത്രീകളെ ഒരു വീട്ടിലൊരു വസ്തു ഭരിക്കുന്നത് അവർ താമസിക്കുന്ന വീടിൻ്റെ വടക്ക് തെക്ക് ദിശകളാണ്. വടക്ക് തെക്ക് ദിശകളിൽ വരുന്ന നിർമ്മാണ വൈകല്യങ്ങൾ സ്ത്രീകളെ അതിഗുരുതരമായി ബാധിക്കാറുണ്ട്. തെക്ക് വടക്ക് വശത്തെ നിർമ്മാണ വൈകല്യങ്ങൾ ഒഴിവാക്കണം. തെക്ക് വടക്ക് വശങ്ങളിലെ വസ്തു സംബന്ധമായ മാറ്റങ്ങൾ വരുത്തണം. തെക്ക് വടക്ക് വശങ്ങളിലെ വസ്തുവിനെ ക്രമപ്പെടുത്തുന്നതിനൊപ്പം വീടിനെയും ക്രമപ്പെടുത്തണം. ഈ കാര്യം ചെയ്തു കഴിഞ്ഞാൽ മറ്റേത് വാസ്തുദോഷം ഉണ്ടെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ഈ വടക്ക് ദിശയിലെ തെക്ക് ദിശയിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ അത് സ്ത്രീകളുടെ ജീവിതത്തെ ഒന്നുകിൽ സന്തോഷകരമാക്കും, അല്ലെങ്കിൽ ദുരന്തത്തിലാഴ്ത്തും. ഒരു വസ്തു നമ്മളിപ്പോൾ ഒരു 5 സെൻറ്റിലോ 2 സെൻറ്റിലോ 3 സെൻറ്റിലോ 50 ഏക്കറിലോ 1 ഏക്കറിലോ ഒക്കെ താമസിക്കുന്ന ആൾക്കാരായിക്കോട്ടെ, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ തെക്ക് ദിശയേക്കാൾ എപ്പോഴും വടക്ക് ദിശ, വടക്ക് സൈഡിലെ വസ്തു കൂടുതലായിരിക്കണം. ഇനി വടക്ക് വസ്തു കുറവാണ്, തെക്കാണ് കൂടുന്നതെങ്കിലും പ്രശ്നങ്ങളാണ്. തെക്ക് ദിശ ഇനി വടക്ക് ദിശ കൂടുതലുണ്ട്, തെക്ക് ദിശ കുറവാണ്, പക്ഷേ തെക്ക് ദിശയിൽ മോശം നിർമ്മാണ വൈകല്യം ഉണ്ടെങ്കിൽ സ്ത്രീകളെ ബാധിക്കും. വടക്ക് ദിശ നിർബന്ധമായിട്ടും തെക്ക് ദിശയേക്കാൾ എത്ര വസ്തുവാണോ വസ്തുവിനാനുപാതികമായി വടക്ക് ദിശ ധാരാളം ഉണ്ടാകണം. വടക്ക് അധിക സ്ഥലം വന്നാൽ പല വീടുകളിലും ഈ ഇൻ്റർലോക്കൊക്കെ ഇട്ടിട്ട് വടക്കൊരു കെട്ട് കെട്ടി വയ്ക്കും. അത് സ്ത്രീകളെ ബാധിക്കുന്നതാണ്, മറന്നുപോകരുത്. ഇൻ്റർലോക്ക് വടക്കോട്ട് ഇടുമ്പോൾ നിങ്ങൾ മുറ്റം കെട്ടിത്തിരിക്കുന്ന പരിപാടി ഒഴിവാക്കിയിട്ട് ഇൻ്റർലോക്കിനെ തന്നെ സ്ലോപ്പാക്കി കൊണ്ടുപോയാൽ മതിയാവും. ഇപ്പോൾ കെട്ടിത്തിരിക്കണ്ട. വടക്ക് ദിശ പരമാവധി വളർത്തിയെടുക്കുക. എന്തുവേണ്ടി വടക്ക് ദിശ കിട്ടുന്നോ അത് അത്രത്തോളം സ്ത്രീകളുടെ സ്റ്റെബിലിറ്റിയെ, ഉറപ്പിനെ, ആരോഗ്യത്തെ,
അവരുടെ വരുമാനത്തെ, അവരുടെ മനസ്സമാധാനത്തെ അത് വളരെ ഗൗരവമായി സ്വാധീനിക്കും. വടക്ക് ദിശയിൽ നിങ്ങൾ എടുത്തു നോക്കൂ. നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന, ഈ വീഡിയോ കേൾക്കുന്ന നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ വടക്ക് ദിശ പരിശോധിച്ച് നോക്ക്. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങും ഈ വീഡിയോ കണ്ടിട്ട്. എന്നിട്ട് വടക്ക് ദിശയും തെക്ക് ദിശയും എന്തും വേണ്ടി വ്യത്യാസമുണ്ടെന്ന് പരിശോധിച്ച് നോക്കുക. വടക്ക് ദിശ കുറവാണെങ്കിൽ ആ കുറവ് കൊണ്ടാണ് നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെന്ന് പരിഗണിക്കുക. എന്തൊക്കെ ബുദ്ധിമുട്ടാണ് നമുക്ക് നോക്കാം. ഒന്നുകിൽ എത്ര വിദ്യാഭ്യാസമുള്ള സ്ത്രീയാണെങ്കിലും ആ വീട്ടിൽ വിഷമം മാറിയ സമയം ഉണ്ടാവില്ല. കടുത്ത രോഗങ്ങൾ സ്ത്രീകളെ ബാധിക്കാം. ഒറ്റപ്പെട്ടു പോകാം. വരുമാനം പാടെ നിലച്ചു പോകാം. ഉള്ള ജോലി നഷ്ടപ്പെടാം. പുറത്തു പോയാൽ പോലും ഉള്ള ജോലി നഷ്ടപ്പെടുകയോ ജോലി സ്ഥിരതയില്ലാതെ വരിക. വീടിനെ കൊണ്ടുപോകാൻ ഒരുപാട് വിഷമിപ്പിക്കാം. അപ്പോൾ ആ വടക്ക് ദിശയിലെ നിർമ്മാണ വൈകല്യങ്ങൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ വീട്ടമ്മമാരെ മാത്രമല്ല, അവിടുത്തെ പെൺകുഞ്ഞുങ്ങളെയും ബാധിക്കും. അവിടെ ജനിച്ചു വീഴുന്ന ഓരോ പെൺതരിയെയും ഈ കുറവ് ബാധിക്കും. അപ്പോൾ നമ്മളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അതൊരു തലമുറയ്ക്ക് വേണ്ടി കാത്താണ് നമ്മൾ വീട് വെക്കേണ്ടത്. വടക്ക് ദിശ കൂട്ടിയെടുത്താൽ വടക്ക് ദിശയിലെ വിഷമങ്ങളില്ലാതെ അധിക കാലിസ്ഥലം വരണം വടക്ക് ദിശയിൽ. അങ്ങനെ വടക്ക് ദിശയിൽ കൂടുതൽ സ്ഥലം വന്നാൽ അത് എന്തുകൊണ്ടും സ്ത്രീകൾക്ക് ഐശ്വര്യമാണ് പ്രദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ത്രീകളെ ആ വീട് കെടുത്തിക്കളയും. കെടാവിളക്ക് പോലെ ജ്വലിച്ചു നിൽക്കേണ്ട ഒരു സ്ത്രീകളാണല്ലോ വീടിൻ്റെ എന്താ പറയുക, നമ്മുടെയൊക്കെ കേരള കോൺസെപ്റ്റിൽ നമ്മൾ പറയാറില്ല, എന്താ നമ്മുടെ ഏറ്റവും വീടിൻ്റെ വിളക്കാകേണ്ട, ഐശ്വര്യമാകേണ്ട സ്ത്രീകളാണ്. അവരെ കെടുത്തിക്കളയാൻ ഈ വടക്കിലെ മോശങ്ങൾ കാരണമായേക്കാം. ഒപ്പം തന്നെ വീടിൻ്റെ വടക്ക് വശത്ത് നിർമ്മാണ വൈകല്യങ്ങൾ, വീടിൻ്റെ വടക്ക് വശത്ത് വരുന്ന റെക്റ്റാങ്കിൾ വരേണ്ട വീട് മറ്റു തരത്തിലേക്ക് മാറി നിൽക്കുക. നേരെ വടക്ക് ഭാഗത്ത് മാലിന്യക്കുഴി വരിക, വടക്ക് കിഴക്ക് ഭാഗത്ത് മാലിന്യക്കുഴി വരിക, വടക്ക് കിഴക്ക് ഭാഗത്ത് കക്കൂസ് മാലിന്യക്കുഴി വരിക. അതൊക്കെ സ്ത്രീകളെ കെടുത്തിക്കളയും. അവരെ രോഗികളാക്കും. അവരുടെ പവറിനെ ഇല്ലാതെയാക്കും. അവർ വലിയ രോഗങ്ങളുള്ളവരായിത്തീരും. അതിനവസരം കൊടുക്കരുത്. ഇതുവരെ വീട് വെച്ച് കഴിഞ്ഞ ആളുകൾ കൃത്യമായി അത് മാറ്റി കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന പല ദുരിതങ്ങൾക്കും സമാനമാകും. നിങ്ങളത് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് എനിക്കിങ്ങനെ, ഞാൻ ഇത്രയും പഠിച്ചില്ലേ, എനിക്ക് ഇത്രയും ജോലിയില്ലേ, എനിക്ക് നല്ല മക്കളില്ലേ, എന്നിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ എന്നൊക്കെ പല സ്ത്രീകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അതിനുത്തരമാണ് ഈ പറയുന്നത്. നിങ്ങളുടെ വീടിൻ്റെ വടക്ക് ദിശയിലെ നിർമ്മാണ വൈകല്യങ്ങൾ, വടക്ക് ദിശയിലെ സ്ഥലക്കുറവ്, വേണ്ടാത്ത സ്ഥലത്ത് സ്ഥാനമല സ്ഥലത്ത് സ്ഥാനം കൊണ്ടുവയ്ക്കുക. അതായത് വടക്ക് കിഴക്ക് ഭാഗം ഈശാന മൂലയാ, ഈശ്വരൻ്റെ മൂലയാ. അവിടെ മാലിന്യം വന്നാലും ഇങ്ങനെ ഇരിക്കും. ആ സ്ത്രീകൾ തകർന്നു പോകും, വരുമാനം തകർന്നു പോകും, രോഗികളായിത്തീരും. ഇതേപോലെ തന്നെയാണ് തെക്ക്. നമുക്ക് തെക്കിലോട്ട് വരാം. തെക്ക് ദിശ അധികം ഉണ്ടാവരുത്. എന്തിനെ അപേക്ഷിച്ചെന്നറിയാവോ? വടക്കിനെ അപേക്ഷിച്ച് തെക്ക് ദിശ കുറവായിരിക്കണം. വടക്ക് ദിശ കൂടുതലുണ്ടായി, ഞങ്ങൾ ഓക്കെയാണ്. പക്ഷേ തെക്ക് വശത്ത് ദോഷം ചെയ്തു വെച്ചാലും സ്ത്രീകളെ ബാധിക്കും. തെക്ക് അധിക സ്ഥലമുണ്ടെങ്കിൽ ആ തെക്ക് വടക്കിനേക്കാൾ കൂടുതൽ തെക്കാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ താമസിക്കാൻ പോലും ആളുകൾ കാണത്തില്ല. തെക്ക് കുഴി വന്നിരിക്കട്ടെ, തെക്ക് പടിഞ്ഞാറ് ഭാഗത്തൊരു കുഴി വന്നു. വടക്ക് സ്ഥലക്കുറവൊക്കെയാണ്, തെക്ക് സ്ഥലക്കുറവൊക്കെ ആണെങ്കിൽ പോലും തെക്ക് കുഴി വന്നു. അത് ഏറ്റവും കൂടുതൽ ഭാഗം സ്ത്രീകളെയാണ്. നേരെ തെക്ക് വശത്ത് സെപ്റ്റിക് ടാങ്കിൻ്റെയോ എന്തിൻ്റെയെങ്കിലും മാലിന്യ കുഴികളോ വല്ലതും ഉണ്ടെങ്കിൽ ആ കുഴി അവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കൂ. ഗുരുതരമായ രോഗങ്ങൾ സ്ത്രീകളെ ബാധിക്കും. ക്യാൻസർ പോലെയുള്ള, ട്യൂമർ പോലെയുള്ള രോഗത്തെ ബാധിക്കും. നീ തെക്ക് അധിക സ്ഥലം കിടക്കുകയാണെങ്കിൽ ആ വീട് താമസിക്കാൻ ആളുണ്ടാകില്ല എന്ന് മാത്രമല്ല, അധിക സ്ഥലം തെക്ക് വരുന്നത് അപ്രതീക്ഷിതമായ ദുരന്തങ്ങളെ സമ്മാനിക്കും. ആ വീടിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഗൃഹനാഥൻ ഇല്ലാതായാൽ ആരാ ഒറ്റപ്പെടുന്നത്? അവിടെ സ്ത്രീയല്ലേ ഒറ്റപ്പെടുന്നത്. അതുവരെ
എല്ലാം നോക്കിക്കൊണ്ട് പോയിക്കൊണ്ടിരുന്ന ഒരാൾ നിങ്ങളുടെ വീട്ടിലെ ഗൃഹനാഥൻ ഇല്ലാതായി വരുന്നു. തെക്ക് അധികം സ്ഥലമുണ്ടായാൽ, തെക്ക് വലിയ കുഴിയുണ്ടായാൽ ഗൃഹനാഥൻ ഇല്ലാതായി തീരാം. അപ്പോൾ ആർക്കാ ആക്ച്വലി വിഷമമെന്ന് ഭവിക്കുന്നത്? സ്ത്രീക്കല്ലേ. വീടിനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ആള് ഇല്ലാതായി വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ മൊത്തം നോക്കേണ്ട ഉത്തരവാദിത്തമാർക്ക് വരുന്നു? സ്ത്രീകൾക്ക് വരുന്നു. അപ്പോൾ തെക്കു വശത്ത് അധികം സ്ഥലം വരാൻ പാടില്ല, തെക്കു വശത്ത് കുഴികൾ വരാൻ പാടില്ല, തെക്ക് വശത്ത് നിർമ്മാണങ്ങൾ കൊണ്ട് വീടിൻ്റെ ഭിത്തിയോ അല്ലെങ്കിൽ വീടിൻ്റെ സിറ്റ് ഔട്ടുകളോ ഒന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വന്നുകൂടാ. ചില വീട്ടിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് പൂജാമുറി കണ്ടിട്ടുണ്ട്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അടുക്കള കണ്ടിട്ടുണ്ട്, തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ദീപം തെളിയിച്ച് വെച്ചുകൂടാ. അത് ശാസ്ത്രമാണ്. തെക്ക് പടിഞ്ഞാറത്തെ എനർജി എന്ന് പറയുന്നത് അവ ചൂട് ഉണ്ടാകുമ്പോൾ അഥവാ പിന്നെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് നമുക്ക് ശക്തി തരേണ്ട ഭാഗം. നമുക്ക് ശക്തി തരേണ്ട ഭാഗം തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ്. അവിടെ പൂജാമുറി കൊണ്ടുവച്ച് വിളക്കത്തിൽ ചേർന്ന് സംഭവിക്കുന്നത് അവിടുത്തെ ഊർജം ഭയങ്കരമായി മെൽറ്റായി പോകുമെന്നുള്ളതാണ് ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് മെൽറ്റാകാൻ ചെയ്യും, നിങ്ങളുടെ കോശങ്ങൾ മുറിയും. കോശങ്ങൾ മുറിയുമ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റുക? വന്നു പോയ രോഗങ്ങൾ തിരിച്ചു വരും. ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തിരിച്ചു വരും, അസ്ഥി സംബന്ധമായ അസുഖങ്ങൾ തിരിച്ചു വരും, അരക്ഷിതാവസ്ഥ സംജാതമാകും, വീടിനെ മുന്നോട്ട് നയിക്കാൻ ആളില്ലാതായി തീരും. അപ്പോൾ ഈ രണ്ട് വശങ്ങളുടെയും നിർമ്മാണ വൈകല്യങ്ങൾ നിങ്ങൾ ഗൗരവപൂർവ്വം പഠിച്ചു നോക്കൂ. ഈ രണ്ട് വശത്തെയും നിർമ്മാണ വൈകല്യങ്ങൾ മാറ്റിയെടുത്താൽ, ഈ രണ്ട് വശവും ഞാൻ ഈ പറഞ്ഞതുപോലെ വൈകല്യങ്ങളില്ലാതെയാണെങ്കിൽ ആ വീട് സ്ത്രീകൾ എത്ര നാൾ, അതായത് അവരുടെ ജീവിതാവസാനം വരെ മറ്റ് ദോഷങ്ങളില്ലെങ്കിൽ സന്തോഷത്തോടെ അവർ തന്നെ അവർ ജീവിക്കും. സ്ത്രീകൾക്ക് രോഗങ്ങളുണ്ടാകില്ല, പെൺകുട്ടികൾ ഉയർന്ന നിലയിലേക്ക് പോകും, നല്ല ജോലി കിട്ടും, നല്ല ചിന്തയുണ്ടാകും, സത്സ്വഭാവങ്ങളുണ്ടാകും. ഇടയ്ക്ക് ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി. തെക്ക് വശത്ത് നിർമ്മാണ വൈകല്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ സ്ത്രീകളുടെ സത്സ്വഭാവങ്ങൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നതാണ് തെളിവുകൾ. അവർ ദേഷ്യക്കാരികളാകാം, അവരെ മനോരോഗം ബാധിച്ചേക്കാം, അവർ കണ്ടതിനും പഠിച്ചതിനും എല്ലാം ഒരുമാതിരി നെഗറ്റീവായി ഇടപെടാം. അത് പെൺകുട്ടികളാകാം, അമ്മമാരാവാം, കുറച്ച് പ്രായമുള്ള അമ്മയാവാം. പ്രായമുള്ള അമ്മയൊക്കെ ആണെങ്കിൽ തെക്കോട്ട് സ്ഥലം കൊടുക്കഴിഞ്ഞാൽ പിന്നെ അവിടെ താമസിക്കുന്ന ആളുകൾ സൗകര്യം കൊടുക്കണമെന്നില്ല. ഈ പറഞ്ഞ കാര്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ പരിശോധിച്ച് നോക്കൂ. ഇതൊക്കെ ശരിയാണോ എന്ന് നോക്കൂ. ഈ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ താഴെ ഇടുന്ന കമൻറ്റുകളേക്കാൾ ഉപരി നിങ്ങളെ പഠിക്കൂ. നിങ്ങളാദ്യം നിങ്ങളുടെ ജീവിതാനുഭവം എടുത്ത് പഠിക്കൂ. എന്നിട്ട് നിങ്ങളുടെ വീട് സ്ത്രീക്ക് വാഴാനുള്ള, ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടോ എന്ന് നിങ്ങൾക്ക് ചിട്ടപ്പെടുത്തുക. അതിന് വേറെ ആരും വരേണ്ടതില്ല. ഇങ്ങനെ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീട്ടിൽ ഈ ചിട്ട കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ ഈ സിസ്റ്റം നിങ്ങളുടെ വീട്ടിൽ മാറ്റിയെടുത്താൽ ഏറ്റവും ഐശ്വര്യമായി അവിടെ ഉയർന്നു വരുന്നത് സ്ത്രീയാണ്, സ്ത്രീയുടെ വരുമാനമാണ്, അവിടുത്തെ പെൺകുട്ടികളാണ്, പെൺമക്കളാണ്, പെൺകുഞ്ഞുങ്ങളാണ്. ഈ വിജ്ഞാനം നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുക. അവരൊക്കെ സന്തോഷത്തോടെ ജീവിക്കട്ടെ. മറ്റൊന്നിനുമല്ല, ഓരോ ആളുകളിലും ഓരോ നിയോഗമുണ്ട്. ആ നിയോഗം കാലമാകുമ്പോൾ അത് നിങ്ങളുടെ മുന്നിലേക്ക് വരും. നമുക്ക് ഒരു വിജ്ഞാനം കൊണ്ട് ഒരാളെ സഹായിച്ചാൽ, ഒരു വിജ്ഞാനം കൊടുത്ത് നമ്മുടെ സമൂഹത്തെ സഹായിച്ചാൽ, അത് നമുക്ക് തരുന്ന, അല്ലെങ്കിൽ അത് ചെയ്തു കൊടുക്കുന്ന ആളിന് കൊടുക്കുന്ന ഫലവും വളരെ വലുതായിത്തീരും. നിങ്ങൾ നിഷ്കളങ്കമായി നിഷ്പക്ഷമായി മാത്രം ഈ വീഡിയോ വിശ്വസിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.